കണ്ണൂർ പാനൂരിൽ കർഷകന്റെ ജീവനെടുത്ത കാട്ടുപന്നിയെ കൊന്നു. പാനൂർ വില്യാലി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നി ആക്രമിച്ചത് കൃഷിയിടത്തിൽ വച്ചായിരുന്നു. നിഖിലെ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, കാട്ടുപന്നിയെ കൊന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്ത. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു കാട്ടുപന്നിയെ കൊന്നത്? എങ്ങനെയാണ് ഈ കാട്ടുപന്നി കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഈ കാട്ടുപന്നിയെ കണ്ടെത്തുന്നതിനായി വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് ഇനി നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണോ അതോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിയിരുന്നു? അപ്പോൾ ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചാണോ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ കൊലയാളി കാട്ടുപന്നിയെ അതിനെ കൊന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. നാട്ടുകാർ നേരത്തെ തന്നെ വലിയ രീതിയിൽ തിരച്ചിൽ ആ പ്രദേശത്ത് നടത്തിയിരുന്നു. ഇനി ഈ ഒരു കാട്ടുപന്നിയെ കൊന്നു എന്ന് പറയുമ്പോൾ പോലും ഈ പ്രദേശത്ത് വേറെയും ഇങ്ങനെ കൂട്ടമായി കാട്ടുപന്നികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവയെ കണ്ടെത്തുന്നതിനും അവയെ ഏതെങ്കിലും തരത്തിൽ പിടികൂടുന്നതിനുമുള്ള നടപടികളിലേക്ക് കൂടി കടക്കും എന്നുകൂടിയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉള്ളിയാലി സ്വദേശി ശ്രീധരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തിരച്ചിലായിരുന്നല്ലോ. അത് നേരത്തെ തന്നെ നിഖിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് വലിയ തോതിൽ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ട്. പകൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ആ പ്രദേശത്തുള്ളത് എന്ന്. ഇതേ കാട്ടുപന്നി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നീക്കങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? ഇതുവരെ അത്തരത്തിൽ എന്ത് നടപടികൾ എന്ന് സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ കാട്ടുപന്നി ആകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ പകൽ സമയത്ത് കൃഷിയിടത്തിൽ ഒറ്റപ്പെട്ടു പോയതാവാം ശ്രീധരനെ ആക്രമിച്ച കാട്ടുപന്നി എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ആ കാട്ടുപന്നിയെ തന്നെയാണ് നാട്ടുകാർ നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിൽ കണ്ടെത്തുകയും പിന്നീട് അതിനെ കൊല്ലുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാരാണോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രദേശത്ത് കാട്ടുപന്നി ശല്യം വളരെ രൂക്ഷമാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ കാട്ടുപന്നികൾ ആ പ്രദേശത്ത് ഉണ്ട് എന്നത് ഉറപ്പാണ്. അപ്പോൾ അവയെ പിടികൂടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. അങ്ങനെ കടക്കണമെന്നൊരു ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ശരി, നിഖിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ പാനൂരിൽ കർഷകന്റെ ജീവനെടുത്ത കാട്ടുപന്നിയെ കൊന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ വിവരങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ നമുക്കെത്താം.